ബി.ജെ.പി. സി.പി.എം ഡീൽ ആരോപണം തെരഞ്ഞെടുപ്പ് ഗോദയിൽ മുറുകുകയാണ്. വി.ഡി. സതീശനും പിണറായി വിജയനും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി സി.പി.എം രാഷ്ട്രീയ ചെറ്റത്തരം കാട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ജനങ്ങൾ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കും. രാഷ്ട്രീയത്തിൽ 2 ഗുണം 2 സമം 4 എന്ന സാധാരണ കണക്കുശാസ്ത്രമല്ല. ആ കണക്കിലായിരുന്നു പണ്ട് കോലീബി സഖ്യം ഉണ്ടാക്കിയത്. വടകരയിലും ബേപ്പൂരും അതുപോലെ തന്നെ UDFനും നല്ല വോട്ടുണ്ട്, BJPക്കും വോട്ടുണ്ട്. രണ്ടും കൂടി ചേർന്നാൽ ഞങ്ങളെ പരാജയപ്പെടുത്താമെന്നായിരുന്നു പ്ലാൻ. എന്നാൽ എന്തായിരുന്നു അവസാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു. അന്ന് BJPക്കാരെ ജയിപ്പിച്ചു കൊടുക്കണമെന്നായിരുന്നല്ലോ കരാർ. എന്നാൽ കാര്യങ്ങൾ പരസ്യമായതോടെ നാട്ടുകാർ എതിരായി. ഇതേ തുടർന്ന് വടകര പാർലമെന്റ് മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി സീറ്റിലും ഇടതുപക്ഷം നല്ല രീതിയിൽ വിജയിച്ചു വന്നു. നാട്ടുകാർ ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട്. നാടിനെയും ജനങ്ങളെയും വില കുറച്ച് കാണരുതെന്നാണ് പറയാനുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. നമ്മുടെ നാട് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ജാതിഭേദമോ മതവിദ്വേഷമോ ഇല്ലാതെ എല്ലാവർക്കും സഹോദരന്മാരായി ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSS കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് ശുദ്ധ അസംബന്ധം പറയാൻ സതീശന് ഒരു മടിയുമില്ല. 1977 അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അന്വേഷിച്ചു നോക്കണം. ആരായിരുന്നു RSSനെതിരെ ശക്തമായി നിലപാട് സ്വീകരിച്ചത് എന്ന് അന്വേഷിക്കണം. RSS ശാഖയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ ആളുകളെ അയച്ചതെന്ന് താനാണെന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നയാൾ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നും പിണറായി വിജയൻ പറഞ്ഞു. പിണറായി 1977 RSS പിന്തുണയിൽ വിജയിച്ചെന്ന ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ RSS എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പലപ്പോഴായി ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആക്രമണം ഏതു ഘട്ടത്തിലും വരാമെന്ന നില ഉണ്ടായിരുന്നുവെന്ന് അന്ന് കണ്ണൂരിലുള്ളവർക്ക് അറിയാം. ആക്രമണത്തിന്റെ പ്രധാന ടാർഗറ്റ് ഞാനായിരുന്നു. ഇപ്പോൾ കുറച്ച് ദശാബ്ദം കഴിഞ്ഞ് എന്നുള്ളതുകൊണ്ട് എന്തു നുണയും അവതരിപ്പിക്കാം എന്നാണ് അവർ കരുതുന്നത്. നുണയാണല്ലോ കോൺഗ്രസ് പ്രധാനമായും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ആരാണ് RSSുമായി ബന്ധപ്പെട്ടതെന്ന് പരിശോധിക്കണം. കേരളത്തിന്റെ ജനസമ്മതനായ EMSനെ പട്ടാമ്പിയിൽ തോൽപ്പിക്കാൻ RSSുമായി ആരാണ് കൂട്ടുചേർന്നത്? കോൺഗ്രസ് ബന്ധപ്പെട്ടതിന്റെ ഭാഗമായി ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. അതുമാത്രമല്ല, EMSനെതിരെ പ്രചരണം നടത്താൻ ജനസംഘത്തിന്റെ അഖിലേന്ത്യാ നേതാവായ ദീൻദയാൽ ഉപാധ്യായ വന്നില്ലേ? അതൊക്കെ ചരിത്രമല്ലേ? കുറെ കാലം കഴിഞ്ഞ് AKG പാലക്കാട് പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ കോൺഗ്രസിനും RSSനും കൂടി ഒരു സ്ഥാനാർത്ഥിയാണ് ഉണ്ടായിരുന്നത്. RSSന്റെ ജില്ലാ കാര്യവാഹകായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. ഇങ്ങനെ നാണം കെട്ട ഒരുപാട് കാര്യം ചെയ്തവരാണ്. ഇതെല്ലാം ചെയ്ത് നാടിന് മുന്നിൽ കാണിച്ചവര് അക്കാലത്തും പിന്നീടും ഇക്കാലത്തും നാളെയും വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന ഞങ്ങൾക്കും ഇടതുപക്ഷത്തിനുമെതിരെ പ്രചരണം നടത്തിയാൽ ചെലവാകുന്ന കാര്യമാണോ? ഞങ്ങൾക്ക് ആ പണിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗുരുവായൂരിൽ ഇതുവരെ ഹിന്ദു MLA ഉണ്ടായിട്ടില്ലെന്ന ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയെയും മുഖ്യമന്ത്രി വിമർശിച്ചു. നമ്മുടെ നാടിനെ രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലുമുള്ളതുപോലെ അപരമത വിദ്വേഷത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ്താവന നടത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ആദ്യഘട്ട പ്രചരണത്തിൽ ഡീലിൽ ചുറ്റിത്തിരിയുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തൊടുത്തുവിട്ട CPM BJP ഡീൽ ആരോപണത്തിനപ്പുറത്തേക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല.